ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതോടെ ആരാവും അടുത്ത മാർപ്പാപ്പ എന്നതാണ് സഭാവൃത്തങ്ങളിൽ സജീവമാകുന്ന ചോദ്യം. ലോകവും അത് ഉറ്റുനോക്കുന്നുണ്ട്. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വ്യക്തികളിൽ ഒരാളായിട്ടാണ് മാർപ്പാപ്പ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ തലവൻ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മാർപ്പാപ്പ ആരായിരിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാർപ്പാപ്പ അന്തരിച്ചതോടെ ആ പദവി ഒഴിഞ്ഞു കിടക്കുന്നു എന്ന ഒരു അവസ്ഥയിലേക്കാണ് കത്തോലിക്ക സഭയുടെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മാർപ്പാപ്പയുടെ നിര്യാണം ലോകത്തെ അറിയിക്കാൻ അധികാരപ്പെട്ട കർദിനാൾ സംഘത്തിന്റെ കമർലംഗോ കെവിൻ ഫാരലിനാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് കത്തോലിക്ക സഭയുടെ ഭരണവുമായി ബന്ധപ്പെട്ട ചുമതലകൾ ഉള്ളത്. മാർപ്പാപ്പയുടെ അന്ത്യം ലോകത്തെ അറിയിക്കുക എന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾക്കും പിന്നീട് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിനും വേണ്ട ഏർപ്പാടുകൾ ചെയ്യേണ്ടത് അദ്ദേഹമാണ്. പക്ഷേ ശവസംസ്കാരവും അതുപോലെ തന്നെ കോൺക്ലേവും നടത്തുന്നത് കർദിനാൾമാരുടെ ഡീനായ ജിയോവാനി ബാറ്റിസ എന്ന മുതിർന്ന കർദിനാളാണ്. 91 വയസ്സുള്ള അദ്ദേഹമായിരിക്കും മാർപ്പാപ്പയുടെ അന്ത്യകർമ്മങ്ങളില് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നടപടിക്രമങ്ങൾ അനുസരിച്ചായിരിക്കും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. ഒരു മാർപ്പാപ്പ മരിച്ച് 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷമായിരിക്കും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് ആരംഭിക്കുന്നത്. ഇപ്പോൾ സാധ്യതയുള്ള ധാരാളം കർദിനാൾമാരുടെയും ആർച്ച് ബിഷപ്പുമാരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. മാർപ്പാപ്പ കർദിനാൾ സംഘത്തിൽ നിന്ന് തന്നെ വരണമെന്നില്ല. കത്തോലിക്ക സഭയിലുള്ള ആരും ആകാം, കത്തോലിക്ക സഭയിലുള്ള ആർക്കും മാർപ്പാപ്പയാകാം എന്നതാണ് ചട്ടമെങ്കിലും പലപ്പോഴും കർദിനാളന്മാരുടെ കൂട്ടത്തിൽ നിന്നോ ചില അവസരങ്ങളിൽ ആർച്ച് ബിഷപ്പന്മാരുടെ കൂട്ടത്തിൽ നിന്നുമാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. ഫിലിപ്പൈൻസിൽ നിന്നുള്ള ലൂയിസ് അന്തോണിയോ ടാഗ്ലെ, അതുപോലെ ഇപ്പോൾ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ കർദിനാൾ പെട്രോ പരോലിൻ, ഈ 2 പേരുടെ പേരുകളാണ് ഇത് സംബന്ധിച്ച ചർച്ചകളിൽ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ അവർ തന്നെ തിരഞ്ഞെടുക്കപ്പെടണമെന്നില്ല. വളരെ അപ്രതീക്ഷിതമായിട്ട് ആരെങ്കിലും ആ സ്ഥാനത്തേക്ക് വരാം. ജോൺ പോൾ 2 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹം 2 ദിവസത്തേക്ക് താമസിക്കാനുള്ള വസ്ത്രങ്ങളുമായിട്ടാണ് വത്തിക്കാനിലെത്തിയത്. പക്ഷെ അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായത്. സിസ്റ്റൈൻ ചാപ്പലിൽ നടക്കുന്ന വോട്ടെടുപ്പിലാണ് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുക. മൊത്തം കർദിനാളന്മാരുടെ 3/2 വോട്ടുകൾ ലഭിക്കുന്ന ആളാണ് വിജയിക്കുക. 80 വയസ്സിന് താഴെയുള്ള എല്ലാ കർദിനാളന്മാർക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. ഇപ്പോൾ 138 പേരാണ് 80 വയസ്സിൽ താഴെയുള്ളവരായി സഭയിലുള്ളത്. ലൂയിസ് അന്തോണിയോ ടാഗ്ലെ ഫിലിപ്പൈൻസിൽ നിന്നുള്ള കർദിനാളാണ്. ഒരു പുരോഗമന സ്വഭാവം വെച്ചു പുലർത്തുന്ന ആളാണ്. 67 വയസ്സാണ് പ്രായം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശയങ്ങളുമായി ഏറെ അടുപ്പമുള്ള ഒരാളാണ്. അദ്ദേഹം സുവിശേഷവൽക്കരണം സംബന്ധിച്ച തിരുസഭയുടെ തലവനായിരുന്നു. പെട്രോ പരോലിൻ, അദ്ദേഹം ഇറ്റലിയിൽ നിന്നുള്ള കർദിനാളാണ്. വത്തിക്കാനിലെ നയതന്ത്ര വിഭാഗത്തിൽ ദീർഘകാലം പ്രവർത്തിച്ചു പരിചയമുള്ള പരോലിൻ വത്തിക്കാനിലെ ഒഫീഷ്യൽസിന്റെ ഇടയിൽ വലിയ സ്വാധീനമുള്ള ആളാണ്. വത്തിക്കാന്റെ നയതന്ത്ര വിഭാഗത്തിൽ ദീർഘകാലമായി പ്രവർത്തിച്ചിട്ടുള്ള കർദിനാൾ പരോലിൻ വത്തിക്കാൻ ഒഫീഷ്യൽസിന്റെ ഇടയിൽ വലിയ സ്വാധീനം ഉള്ള ഒരാളാണ്. സ്റ്റേറ്റ് സെക്രട്ടറി എന്ന നിലയിലും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് കർദിനാൾ പരോലിൻ. സഭയ്ക്ക് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്ത ചീനയിലെ അധികാരികളുമായും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായും കർദിനാൾ പരോലിനാണ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഘാനയിൽ നിന്നുള്ള കർദിനാൾ പീറ്റർ ടർക്സൺ, അദ്ദേഹവും മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം മാർപ്പാപ്പയാവുകയാണെങ്കിൽ ഒരുപക്ഷെ ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പായിരിക്കും. സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി, അതിലാണ് അദ്ദേഹം കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതും അതിനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നതും. സമഗ്ര മനുഷ്യ വികസനത്തിനുള്ള തിരുസംഘത്തിന്റെ തലവനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ മാറ്റം, ദാരിദ്ര്യം മുതലായ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കർദിനാളാണ് പീറ്റർ ടർക്സൺ. 72 വയസ്സുള്ള
പീറ്റർ എർദോ, ഹംഗറിയിൽ നിന്നുള്ള കർദിനാളാണ്. സഭയിലെ വളരെ യാഥാസ്ഥിതിക വിഭാഗത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പരമ്പരാഗത കത്തോലിക്ക വിശ്വാസം അതേപടി നിലനിർത്തണം, പുലർത്തണം എന്ന നിർബന്ധ ബുദ്ധിക്കാരനായ ഒരു കർദിനാളാണ് ഇദ്ദേഹം. യൂറോപ്യൻ കൗൺസിൽ ഓഫ് ബിഷപ്സിന്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 72 വയസ്സുള്ള ആഞ്ചലോ സ്കോല, അദ്ദേഹം ഇറ്റലിയിൽ നിന്നുള്ള കർദിനാളാണ്. ഇദ്ദേഹവും സാധ്യതാ പട്ടികയിലെ മുമ്പിലുള്ള ഒരാളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട 2013 കോൺക്ലേവിലെ ഒരു മുഖ്യ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അദ്ദേഹം തോൽക്കുകയാണ് ഉണ്ടായത്. മിലാനിലെ മുൻ ആർച്ച് ബിഷപ്പാണ്. 82 വയസ്സുണ്ട്. അദ്ദേഹം ഒരു പുരോഗമന ചിന്താഗതിക്കാരനോ അല്ലെങ്കിൽ യാഥാസ്ഥിതികനോ അല്ല. ഇതിനിടയ്ക്കിൽ, ഇതിന്റെ മധ്യ ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ആശയപരമായിട്ട് ഒരു കർദിനാളാണ് ആഞ്ചലോ സ്കോല. ഡെൻമാർക്കിൽ നിന്നുള്ള കർദിനാൾ വിം എജിക്ക്, 71 വയസ്സുകാരനായ ഇദ്ദേഹം കടുത്ത യാഥാസ്ഥിതിക നിലപാടിന്റെ പ്രതിനിധിയാണ്. പല കാര്യങ്ങളിലും അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയെ പരസ്യമായി എതിർത്തിട്ടുള്ള ആളാണ്. സിവിൽ മാര്യേജിനെ, അതായത് സഭയ്ക്ക് പുറത്ത്, പള്ളിക്ക് പുറത്തു നടത്തുന്ന വിവാഹങ്ങളെ അംഗീകരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടിനെ അദ്ദേഹം ശക്തമായി എതിർത്തു. അതുപോലെ പ്രൊട്ടസ്റ്റന്റ് സഭയിൽപ്പെട്ട ആളുകൾക്ക് കത്തോലിക്ക ദേവാലയങ്ങളിൽ കുർബാന സ്വീകരിക്കാമെന്ന, അതിന് അനുമതി നൽകാമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടിനെയും അദ്ദേഹം അതിശക്തമായിട്ട് എതിർത്ത വ്യക്തിയാണ്. കർദിനാൾ ഫ്രുഡോലിൻ അൻബോങ്കോ ബസുങ്കു, 65 വയസ്സാണ്. കൻസാസിലെ ആർച്ച് ബിഷപ്പായിരുന്നു. വിവാഹം കഴിക്കാത്ത അല്ലെങ്കിൽ സ്വവർഗ വിവാഹത്തിൽ ഏർപ്പെട്ട ഇണകളെ ആശീർവദിക്കാം എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞ കർദിനാളാണ് ഇദ്ദേഹം. സഭയിലെ ഒരു ആഫ്രിക്കൻ ഗ്രൂപ്പിന്റെ പ്രതിനിധി കൂടിയാണ് കർദിനാൾ ഫ്രിഡോലിൻ. ഇനി സാധ്യതയുള്ള മറ്റൊരാൾ അമേരിക്കയിൽ നിന്നുള്ള ഒരു കർദിനാളാണ്. അദ്ദേഹം ഏറ്റവും കടുത്ത യാഥാസ്ഥിതിക ഗ്രൂപ്പിൽ പെട്ട ആളാണ്. കർദിനാൾ റെയ്മണ്ട് ബുർക്കെ, 76 വയസ്സാണ് പ്രായം. വിവാഹമോചനം നടത്തിയവർക്കും ഡൈവോഴ്സിന് ശേഷം വിവാഹിതരായവർക്കും വിശുദ്ധ കുർബാന നൽകാമെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തീരുമാനത്തെ അല്ലെങ്കിൽ നിർദ്ദേശത്തെ പരസ്യമായി തള്ളിക്കളഞ്ഞ ആളാണ് റെയ്മണ്ട് ബുർക്കെ. ഗർഭനിരോധനം, സ്വവർഗ വിവാഹം, സിവിൽ മാര്യേജ് മുതലായ കാര്യങ്ങളിൽ കത്തോലിക്ക സഭ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഈ അടുത്ത കാലത്തൊക്കെ എടുത്ത പുരോഗമനപരമായ തീരുമാനങ്ങളെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അതിനെ ശക്തമായിട്ട് എതിർത്ത ഒരു കർദിനാളായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഈ ഒരു വിരുദ്ധ നിലപാടിനെ തുടർന്ന് 2023 നവംബറിൽ വത്തിക്കാനിൽ അദ്ദേഹം താമസിച്ചിരുന്ന, കുറഞ്ഞ വാടക നിരക്കിൽ താമസിച്ചിരുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ ഒഴിവാക്കുകയും റിട്ടയർ ചെയ്ത കർദിനാൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് നൽകിയിരുന്ന വേതനം തൽക്കാലത്തേക്ക് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. സാധാരണഗതിയിൽ മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പിൽ പുരോഗമന ചിന്താഗതിക്കാരും യാഥാസ്ഥിതികരും തമ്മിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ സാധ്യതാ പട്ടികയിലുള്ള കർദിനാളന്മാരിൽ ഒരു വിഭാഗം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുരോഗമന ചിന്താഗതിയെ പിന്താങ്ങുന്നവരാണ്. മറ്റൊരു വിഭാഗം കടുത്ത യാഥാസ്ഥിതികരുമാണ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സഭയില് ക്രമാനുഗതമായി യാഥാസ്ഥിതിക ചിന്തകൾ വളർന്ന് വരുന്നുമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്തും അതുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ പേര് പറഞ്ഞ പല കർദിനാളന്മാരും അദ്ദേഹത്തിന്റെ നിലപാടുകളെ അല്ലെങ്കിൽ തീരുമാനത്തെ, നിർദ്ദേശത്തെയൊക്കെ അവഗണിക്കുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്തത്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ആര് മാർപ്പാപ്പയാകും എന്ന് ഉറപ്പിച്ചു പറയുക അസാധ്യമാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സാധ്യതാ പട്ടികകളിൽ ഒന്നുമില്ലാത്ത, ആരും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി, ഒരു കർദിനാൾ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വരികയാണെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. 2-3 ആഴ്ചകൾക്ക് ശേഷം കോൺക്ലേവ് ആരംഭിക്കും. കർദിനാളന്മാരാണ് വോട്ട് ചെയ്യാനുള്ളത്. ഒരു ആൾക്ക് 3-2 വോട്ട് കിട്ടി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ കോൺക്ലേവ് നടക്കുന്ന സിസ്റ്റൈൻ ചാപ്പലിലെ പുകക്കുഴലിൽ നിന്ന് വെളുത്ത പുക ഉയരും. ലോകം കത്തോലിക്ക സഭ സിസ്റ്റൈൻ ചാപ്പലിന്റെ ഈ പുകക്കുഴലിൽ നിന്ന് വെളുത്ത പുക എപ്പോൾ വരും എന്ന്
കാത്തിരിക്കുകയാണ്.